സോ ഹലോ ഓൾ, ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ആതിര. സോ ആതിര, നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണ്? ഇന്ന് ചെയ്യുന്നത് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്, എവറിഡേ ലുക്ക്. അതെ, അധികം ആർഭാടം ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഡെയിലി ഇനിയിപ്പോൾ കോളേജിൽ പോവാണെങ്കിലോ അല്ലെങ്കിൽ ഓഫീസിൽ പോവാണെങ്കിലോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടും ഈ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടീനെ ഒരു സ്റ്റെപ്പ് ഒന്ന് എൻഹാൻസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് മേക്കപ്പ് തുടങ്ങാം. ആദ്യം ഇവിടെ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ആണ്. ഇത് ലോറിയൽ ഇൻഫാലിബിളിന്റെ സ്റ്റേ ഫ്രഷ് ഫൗണ്ടേഷൻ 24 hours കവറേജ് ആണ്. സോ ആതിരയുടെ മുഖത്ത് ഞാൻ വളരെ ലൈറ്റ് ആയിട്ടാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള ഡിസ്കളറേഷനോ ആക്നെയോ ഒന്നും മുഖത്തില്ല ആൾക്ക്. പക്ഷെ ആളുടെ മുഖം കുറച്ച് ഓയിലിയാണ്. അപ്പോൾ മുഖത്ത് ഒരു മാറ്റ് ഫിനിഷ് കൊടുക്കാനും പിന്നെ എവിടെയെങ്കിലും ചെറിയ രീതിയിൽ വല്ല സ്കിൻ ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ സ്കിന്നിന് ഒരു ഈവൻ ടോൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. വളരെ ലൈറ്റായിട്ടേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന ലുക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. പിന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണിൻ്റെ ഭാഗത്തും മൂക്കിൻ്റെ എഡ്ജസിലും പിന്നെ ചുണ്ടിൻ്റെ എഡ്ജസ് കഴുത്തിലുമൊക്കെ അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് സ്കിൻ കളർ അവിടെ ഇവിടെയൊക്കെ വ്യത്യാസമായിട്ടിരിക്കും. അപ്പോൾ ഒരു ഈവൻ ടോണിന് ഫൗണ്ടേഷൻ എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. ഇനി നമ്മൾ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യാണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് ലോറിയൽ ഇൻഫാലിബിൾ പ്രോ മാറ്റ് ആണ്, 16 hours കവറേജ്. ജസ്റ്റ് ലൈറ്റായിട്ട് മുകളിലൊന്ന് അപ്ലൈ ചെയ്താൽ മതി. ആ ഫൗണ്ടേഷൻ ആ ക്രീമി ടെക്സ്ചർ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ജസ്റ്റ് ആതിരയുടെ ഐലാഷസ് ഒന്ന് കേൾ ചെയ്യാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പുരികമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ലോറിയലിൻ്റെ തന്നെ ഒരു ഐ പെൻസിലാണ്, ഗ്രേ ഷെയ്ഡുള്ള ഐ പെൻസിലാണ്. ഞാൻ ഐ പെൻസിൽ യൂസ് ചെയ്തിട്ട് ആതിരയുടെ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. വേറെ എക്സ്ട്രാ ഒന്നും ആളുടെ പുരികം എഴുതുന്നില്ല. പിന്നെ ഒരു നാച്ചുറൽ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രേ ഷെയ്ഡ് തന്നെ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ പുരികത്തിൻ്റെ താഴെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മേബിലിൻ്റെ റോക്ക് ന്യൂഡ് ഐ ഷാഡോ പാലറ്റാണ്. അതിലത്തെ വൈറ്റ് ഷിമറിങ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് വളരെ ലൈറ്റായിട്ട് പുരികത്തിൻ്റെ താഴെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. വളരെ ലൈറ്റ് ആവണം, കാരണം നമ്മൾ വളരെ സിമ്പിൾ ലുക്കാണ്. അപ്പോൾ ഒരുപാടായ ഭയങ്കര ഷൈനിങ് ആവും മുഖം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഐ ഷാഡോയ്ക്ക് ഞാൻ മേബിലിൻ്റെ റോക്ക് നോട്ട്സ് ഐ ഷാഡോ പാലറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഈ 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് കണ്ണിൻ്റെ മേലിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ലുക്കിന് ഈ ഒരു ഐ ഷാഡോ പെർഫെക്റ്റ് ആണ്. ഇനി കണ്ണെഴുതുകയാണ്. കണ്ണിൻ്റെ മേലിൽ യൂസ് ചെയ്യുന്ന ഐലൈനർ ലാക്മേയുടെ മാറ്റ് ഫിനിഷ് ബ്ലാക്ക് ഐലൈനർ ആണ്. ഞാനിവിടെ അങ്ങനെ അധികം വലുതായിട്ട് എഴുതുന്നില്ല ആളുടെ കണ്ണുകൾ. ജസ്റ്റ് കണ്ണിൻ്റെ അതേ ലെവലിൽ തന്നെ ഒന്ന് ലൈൻ ചെയ്യാണ്. പിന്നെ ചെറുതായിട്ടൊന്ന് വിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആതിരയുടെ കണ്ണ് അത്രയും എന്താ പറയുക, വിടർന്ന കണ്ണല്ല. അപ്പോൾ ഒന്ന് ഒരു ബ്രൈറ്റും നല്ല ഓപ്പൺ ആയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള കണ്ണാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയൊരു വിങ് എഴുതി കൊടുക്കുന്നത്. കണ്ണിൻ്റെ താഴ്ഭാഗമാണ് എഴുതുന്നത്. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ തന്നെ ബ്ലാക്ക് ഐ പെൻസിലാണ്. ആദ്യം ഞാൻ വാട്ടർ ലൈൻ ചെയ്തതിന് ശേഷം കുറച്ച് ഒന്ന് പുറത്തേക്കും എഴുതുന്നുണ്ട്. ഇത് ഞാൻ ചെയ്യുന്നത് കണ്ണ് കുറച്ച് വൈഡായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഞാൻ ടൈറ്റ് ലൈനും കൂടെ ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത്. സ്റ്റെപ്പ് മസ്കാരയാണ്. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ വോളുമൈസിങ് മസ്കാരയാണ്. അധികം ഒന്നും യൂസ് ചെയ്യുന്നില്ല, വളരെ കുറച്ചേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. കണ്ണൊന്ന് വൈഡായിട്ടിരിക്കണം, അതാണ് മെയിൻ ഉദ്ദേശം. പിന്നെ ഇത് കണ്ണിൻ്റെ മേലിലും താഴെയും എഴുതുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് ബ്ലഷ് ആണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് മാക് പൗഡർ ബ്ലഷ് ആണ്. ബ്ലഷ് പിങ്ക് ആണ് ഷെയ്ഡ്. അപ്പോൾ ചീക്സിൽ വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വളരെ ലൈറ്റായിട്ട് വേണം, അധികമായാൽ ഭയങ്കര പിങ്ക് ആയിരിക്കും ചീക്സ്. അപ്പോൾ ചീക്സിൽ ചെറുതായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ ഞാൻ മൂക്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ താടിയിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ലിപ്സ്റ്റിക്കാണ്. അതിന് ലോറിയലിൻ്റെ തന്നെ മൊഹോഗനി സ്റ്റഡ് എന്ന ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്ര ന്യൂഡല്ല എന്നത്ര പിങ്ക് അല്ല എന്നൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആണ്. ഒരു നാച്ചുറൽ എവറിഡേ ലുക്കിന്, സിമ്പിൾ ലുക്കിന് ഈ ലിപ്സ്റ്റിക് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ആതിരയുടെ ചുണ്ടുമേ. സിമ്പിൾ മേക്കപ്പ് ലുക്കിന് സിമ്പിൾ ഹെയർ സ്റ്റൈലും ആവശ്യമാണ്. അപ്പോൾ അതിന് ഞാനിവിടെ ചെയ്യുന്നത് ആതിരയുടെ മുടി നേർവാച്ചിലിടാണ്. എന്നിട്ട് ഫ്രണ്ടിലത്തെ ഒരു പോർഷൻ എടുത്ത്
മെടയാണ്. ഇതുപോലെ മെടഞ്ഞു കഴിഞ്ഞതിന് ശേഷം മെടഞ്ഞ ഭാഗത്തുള്ള മുടികളൊന്ന് പുറത്തേക്കൊന്ന് പുൾ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മുടിക്ക് നല്ല കട്ടിയുള്ള പോലെ തോന്നിപ്പിക്കും. പിന്നെ നിങ്ങളുടെ മെടച്ചിലൊക്കെ നല്ല ഭംഗിയായിട്ട് വലുതായിട്ട് കാണും. അപ്പോൾ ഇങ്ങനെ പുൾ ചെയ്യുക. എന്നിട്ട് പിറകിലോട്ട് പിൻ ചെയ്ത് വെക്കുക. ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും ഒരു സെക്ഷൻ എടുത്തിട്ട് മെടഞ്ഞ ഭാഗത്തുള്ള മുടിയൊന്ന് പുൾ ചെയ്തിട്ട് തലയുടെ പിറകിൽ പിൻ ചെയ്യുക. ഒരു ബോബ് പിൻ യൂസ് ചെയ്ത് നല്ലോണം മുടി സെക്യൂർ ചെയ്യണം. എന്നിട്ട് പിന്നെ ഒരു സ്ലൈഡോ ഒരു ക്ലിപ്പോ യൂസ് ചെയ്തിട്ട് സെൻറ്ററിൽ 2 മുടികളും കൂടി യോജിപ്പിച്ച് ഫ്രണ്ടിലത്തെ മുടി വളരെ പറ്റിയിരിക്കുകയാണെങ്കിൽ അതൊന്ന് പൊന്തിച്ചു കൊടുക്കുക. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, പൊട്ട് കുത്തിയിട്ടുണ്ട് ഞാനിവിടെ. അത് ഞാൻ ഐലൈനർ യൂസ് ചെയ്തിട്ട് ഒരു കറുത്ത പൊട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ സിമ്പിൾ ലുക്ക് റെഡിയായി. അപ്പോൾ ഇതാണ് ദ ഫൈനൽ ലുക്ക്, സിമ്പിൾ എവറിഡേ ലുക്ക്. അപ്പോൾ കണ്ടില്ലേ, ആതിരയുടെ നാച്ചുറൽ ലുക്കിനെ ഞാനൊന്ന് എൻഹാൻസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അധികം ആർഭാടമല്ല, എന്നാലും നല്ല ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുകയാണ് ആതിര ഈ ലുക്കിൽ. ഈ ഒരു ലുക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സും ട്രൈ ചെയ്യാം, സാരി ട്രൈ ചെയ്യാം, കുർത്ത ട്രൈ ചെയ്യാം ഈ മേക്കപ്പ് ലുക്കിന്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.